ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ദേവയാനി വീണ്ടും ഏത്തക്കാപ്പമൊക്കെ ഉണ്ടാക്കുകയാണ്. അന്നേരമൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മകനും മരുമോൾ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയ പലഹാരമായിരുന്നത്, ഇനി വീണ്ടും ഉണ്ടാക്കണം അവർ വരുന്നതിന് മുമ്പ്. ഇതിനിടയിൽ നമികയുടെ അച്ഛനും അമ്മയും വന്ന് കയറുമെന്ന് ആരറിഞ്ഞു. എന്തായാലും പിള്ളേർ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ദേവയാനി മാവൊക്കെ കലക്കുകയും ഏത്തക്കാപ്പം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേണുവും രേവതിയും ബാത്റൂമിൽ പോയി മടുക്കുന്നുണ്ട്. എന്നാലും ഇതെന്തൊരു പണി ആരാണ്ട് ചെയ്തു വെച്ചിരുന്നേ. ഞാനിപ്പം തന്നെ അടുത്ത് ശരീരം അങ്ങ് തളർന്നെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോഴത്തേന് അനാമിക അങ്ങോട്ട് വരും. അച്ഛാ, അമ്മ എങ്ങനെയുണ്ട് ഇപ്പം? എനിക്കാണ് വയറ് വേദന കാരണം വയ്യാന്നൊക്കെ പറയും. എൻ്റെ മോളെ, ഞങ്ങളിനി ഇങ്ങോട്ട് വരുന്നേയില്ല, കുറേ നാൾ വരുന്നില്ല എന്ന് തീരുമാനിച്ച് വെച്ചിരുന്നതാണ്. ഇന്നാളൊന്നും ഇതുപോലെ വയറ് കേടായേ പിന്നെ അന്ന് ശരീരം തളർന്നാ പോയെ. അതിൽ പിന്നെ ഇനി ഞങ്ങളിങ്ങോട്ട് വരുന്നില്ല, ഇവിടെ നിന്നൊന്നും കഴിക്കുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ വീണ്ടും ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ വയ്യാതായല്ലോ എന്ന്, ഇനി ഞാൻ വരത്തില്ല എന്നൊക്കെ രേവതിയും വേണുകൂടെ പറയുന്നുണ്ട്. എന്നാലും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ആരോ ചെയ്ത പരിപാടിയായത്. ഞങ്ങളിനി ജന്മത്തിൽ ഇങ്ങോട്ട് വരല്ലല്ലോ, അതിനുവേണ്ടി ചെയ്തതാണെന്ന് പറയും. ഉടനെ അനാമിക പറയുന്നുണ്ട്, അത് ഒരേ ഒരാളായിരിക്കും, ആ നവ്യ, അവളെയാണ് എനിക്ക് സംശയം, അവൾ മാത്രമേ ഇങ്ങനെയുള്ള പരിപാടി ചെയ്യത്തുള്ളൂ. അപ്പോൾ രേവതി ചോദിക്കും, അവളുടെ ഭർത്താവല്ലേ അഭിക്കും ഇങ്ങനെയുള്ള വിഷമൊക്കെ അവൾ കൊടുക്കുമോയെന്ന്. അത് അമ്മയ്ക്ക് അറിയത്തില്ല കേട്ടോ. അവൾക്ക് അവളുടെ കെട്ടിയവനോട് സ്നേഹമൊന്നുമില്ല, അവന് വിഷം കൊടുത്ത് കൊല്ലാത്തത് തന്നെ വലിയ കാര്യമെന്ന് പറഞ്ഞാൽ മതി, അവൾ മാത്രം ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യത്തുള്ളെന്ന്. അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട്, മോളെ, നിനക്ക് അനിയായിട്ട് ഒട്ടും പോകാൻ പറ്റുന്നില്ലല്ലേന്ന്. അത് ശരിയാച്ചാ, എനിക്ക് അവന് ഒട്ടും സ്നേഹമില്ല. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ സ്വത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും നന്നായിട്ട് തടയുകയാണെങ്കിൽ അന്നേരം ഞാൻ ഇവനെയും കളഞ്ഞേച്ച് അങ്ങോട്ട് തിരിച്ചു പോരും. പിന്നെ ആകെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നന്ദുവിനെ അവൻ വിവാഹം കഴിക്കുമെന്നുള്ള പേടി കാരണമാണ്. ഇനി അവൾ മാത്രം ഈ വീട്ടിൽ കയറി വരുന്നത് എനിക്കിഷ്ടമല്ല. അവളുടെ 2 ചേച്ചിമാരുടെ കൂടെ അവളോട് ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നത് സഹിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, അല്ലാതെ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ഒരു സമ്മതവും ഇല്ല എന്ന് പറയും. അപ്പോഴത്തേന് രേവതി പറയുന്നുണ്ട്, മോൾ അങ്ങനെ പെട്ടെന്നൊന്നും എടിപിടിയെന്നൊന്നും ഇറങ്ങി വീട്ടിലേക്ക് വന്നു പോയേക്കല്ലോ കേട്ടോ, വെല്ലമൊക്കെ അതുപോലെ തടഞ്ഞെങ്കിൽ മാത്രമേ വരാവുള്ളൂ എന്ന് പറയും. അത്രയേ ഉള്ളമ്മയെന്ന് അനാമികയും പറയുന്നുണ്ട്. അതിനിടയിൽ വേണു വീണ്ടും ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. ഇന്ന് വയറ് ശരിയാകാതെ പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ രേവതി പറയും, പെട്ടെന്ന് ഇറങ്ങണേ, എനിക്കും വയറിൽ ഒട്ടും സുഖമില്ല, എനിക്കും കയറാനുള്ളതാണെന്ന്. അഭി ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ അയ്യോ എൻ്റെ വയറേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് നവി അവിടെ ഫോണിൽ എന്തോ നോക്കിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം നവി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴത്തേന് അഭി ചോദിക്കും, നീ എന്തിനാണ് ചിരിക്കുന്നത്? ഇതിനി നീയാണോ ഒപ്പിച്ച് വെച്ചെന്ന്? ഇവിടെ കരയാൻ മാത്രമുള്ള സംഭവമൊന്നും നടന്നില്ലല്ലോ, പിന്നെ ഇത് ഞാനാണോ ഒപ്പിച്ച് വെച്ചെന്ന്? ഞാൻ നിനക്ക് വിശ്വാസമാണെങ്കിൽ ഞാൻ തന്നെ ഒപ്പിച്ചെന്ന് തീരുമാനിച്ചോളാം പറയും. എന്നാലും ഞാൻ എങ്ങനെയാണ് എനിക്കിങ്ങനെ പറ്റിയെന്നൊക്കെ അഭി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാമിക അങ്ങോട്ട് കയറി വരും. അഭിയേട്ട എങ്ങനെയുണ്ട്? അഭിയേട്ടൻ്റെ വയറിന് എങ്ങനെയുണ്ട്? കുഴപ്പം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അനാമികയോട് നവി പറയുന്നുണ്ട്, അഭിയുടെ വയറിന് കുഴപ്പമുണ്ടെങ്കിൽ അത് അവൻ നോക്കിയോളൂ, നീ എന്തിനാ ഞങ്ങളുടെ മുറിയിലോട്ട് വന്നെന്ന് ചോദിക്കും. അത് അഭിയേട്ടന് വയറ്റിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് അറിയാനായിട്ട് വന്നതാ. ഞങ്ങൾ വല്യമ്മ ഉണ്ടാക്കി വെച്ച ഫുഡ് ഞങ്ങളും അതുപോലെ തന്നെ അഭിയേട്ടനും കഴിച്ചിരുന്നു, അതുപോലെ എല്ലാവർക്കും വയ്യാടിക തോന്നി, അപ്പോൾ അഭിയേട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാനായിട്ട് വന്നതാന്ന് പറയും. ഇത് നിനക്കൊക്കെ സ്ഥിരമായിട്ടുള്ള പരിപാടിയല്ലേ, ആ ആഹാരത്തിനകത്ത് എന്തെങ്കിലും ആരെങ്കിലും കലക്കി വെച്ച് കാണുമായിരിക്കുമെന്ന് നവിയം പറയുന്നുണ്ട്. അപ്പോൾ അനാമിക പറയും, ഈ വീട്ടിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ പേരുണ്ടെന്ന് എനിക്കറിയാമെന്ന്. അതൊന്നും നീ എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കേണ്ട, അത് ആരൊക്കെയാണോ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഇനി ഇവിടെ വിളിച്ച് പറയുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ അനാമിക നിന്നൊന്ന് പരുങ്ങുന്നുണ്ട്. അന്നേരം അഭി പറയും, എന്തായാലും എനിക്ക് ഒട്ടും വയ്യ എന്ന് പറയുന്നുണ്ടേ. അനാമികയും പറയും, എനിക്കും വയ്യെന്ന് പറഞ്ഞാൽ അനാമിക അങ്ങ് ഇറങ്ങിപ്പോവും. അപ്പോൾ അഭി ചോദിക്കും, എടി നീയാണോ ഇത് വല്ലതും കലക്കി വെച്ചത് ഇങ്ങനെ എൻ്റെ വയറ് കേടാക്കാനൊക്കെ? ഞാനാണ് അങ്ങനെ ചെയ്തതെന്ന് നിനക്ക് സംശയമുണ്ട്, നീ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്ക്, അപ്പോൾ ആരാണെന്ന് മനസ്സിലാവുമല്ലോ, പോലീസ് വന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേന് അഭിയൊന്നും മിണ്ടാനേ പോകത്തില്ല. ആദർശിനും നയനയ്ക്കും ഉണ്ടാക്കി വെച്ചിരുന്ന പലഹാരമൊക്കെ ദേവയാനി അവരെ കൊണ്ടൊക്കെ കഴിപ്പിക്കുന്നുണ്ട്. അപ്പം നയന കഴിക്കുന്നതൊക്കെ നോക്കി സന്തോഷത്തോടെ ഇരിക്കുകയാണ് ദേവയാനി. ആദർശം പറയും, എന്തായാലും അമ്മ നല്ലതായിട്ടുണ്ട്, അമ്മയുടെ പലഹാരം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഓരോ ദിവസവും അമ്മ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഇതിൽ ചേർക്കുന്നുണ്ടല്ലേ, ഓരോ ദിവസവും രുചി കൂടി വരുവാന്ന്. അപ്പം നയനയും പറയുന്നുണ്ട്, അത് ശരിയാമ്മേ, ഒരുപാട് ടേസ്റ്റ് ഉണ്ട്, നല്ലതാകട്ടോ എന്നൊക്കെ പറയും. അന്നേരം ദേവയാനി പറയും, വെറുതെ ഇരുന്ന് പുകഴ്ത്താതെ വല്ലതും കഴിച്ച് എഴുന്നേറ്റ് പോകാൻ പറയും. അപ്പോൾ ആദർശ് പറയും, അമ്മ ഇങ്ങനെ കഷ്ടപ്പെടണ്ട, ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചോളാമല്ലോ എന്ന്. അതിനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ട് കടന്നു വരുന്നത്. ജലജ മറിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് ഇവർ ഈ ആഹാരമൊക്കെ കഴിക്കുന്നത്. കഴിച്ചോ
കഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ നീയൊക്കെ ഇവലെ ഓടുന്നത് എനിക്കൊന്ന് കാണണമെന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ ദേവയാനി ജലജയെ കാണുന്നുണ്ടെങ്കിൽ ആഹാ നീ എവിടെ പോയതായിരുന്നു, നിന്നെ കണ്ടില്ലല്ലോ എന്ന്. അത് ഏട്ടത്തി ഞാനൊരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിരുന്നു, അത് മേടിക്കാൻ പോയതായിരുന്നു പറയും. എന്നാൽ നീ വാ ചായ കുടിക്കാമെന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് എന്നാൽ അപ്പച്ചി വന്ന് ചായയും പലഹാരമൊക്കെ കഴിക്കും. ഏയ് വേണ്ട വേണ്ട എനിക്ക് വേണ്ട, ഞാൻ കഴിക്കുന്നില്ല, നിങ്ങൾ കഴിച്ചോ, ഏട്ടത്തി എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, നിങ്ങൾ കഴിച്ചോളാൻ പറയും. ദേവയാനി സ്നേഹത്തോടെ നയനെ നോക്കിയിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ നയന ദേവയാനി നോക്കുന്നുണ്ട്. നയന നോക്കുന്ന കാണുമ്പോൾ പെട്ടെന്ന് ദേവയാനി മുഖം മാറ്റും. എന്നിട്ട് ആ നയനെ കാണിക്കാതിരിക്കാൻ വേണ്ടി ജലജ നേരെ ചെല്ലുന്നത് വയറുവേദന എടുത്ത് പൊളഞ്ഞുകൊണ്ടിരിക്കുന്ന അബിയുടെ റൂമിലേക്കാണ്. എടാ നീ ഇപ്പോൾ ഒരു കാര്യം കണ്ടോണം, രണ്ടെണ്ണം ഇരുന്ന് താഴെ ഇരുന്ന് പലഹാരം കഴിക്കുക, ഇപ്പോൾ അവർ വയറുവേദന എടുക്കുന്നു പറഞ്ഞ് ഓടാൻ തുടങ്ങുന്നു. അമ്മ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിക്കും. എടാ അവർക്ക് ഏട്ടത്തി പലഹാരം ഉണ്ടാക്കാൻ വെച്ചിരുന്നതിനകത്ത് ഞാനൊരു വയറിളകാനുള്ള മരുന്ന് കലക്കി വെച്ചിരുന്നു, അത് രണ്ടുപേരോട് ഇരുന്ന് കഴിക്കുന്നുണ്ട്, നോക്കിക്കോണം ഇപ്പോൾ ഓടുവന്ന്. അമ്മ എന്താ ഈ പറയുന്നേ, അമ്മയാണോ ആ മരുന്ന് കലക്കി വെച്ചതെന്ന് ചോദിക്കും. അതെന്താ നീ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കും. അമ്മ ആ വല്യമ്മ ഉണ്ടാക്കി വെച്ചിരുന്ന പലഹാരം മുഴുവൻ കഴിച്ചത് ഞാനും അനാമികയും അവളുടെ അച്ഛനും അമ്മയും കൂടെ ആയിരുന്നു പറയും. ഓ തീർന്ന്, നീയൊക്കെ എന്തോർത്താ ഇതൊക്കെ കഴിക്കുമെന്ന് ചോദിക്കും. അമ്മ ഇങ്ങനത്തെ വല്ല പരിപാടിയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് നേരത്തെ പറയണ്ടായിരുന്നു ചോദിക്കും. എടാ മണ്ട, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്നാലും അമ്മ എൻ്റെ വയറും വയ്യ അവർക്കും വയ്യെന്ന് പറയും. പിന്നെ ആദർശം നയനെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടല്ലോടാ എന്ന് ചോദിക്കും. പറയും അത് ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്നതെല്ലാം ഞങ്ങൾ കഴിച്ച് തീർത്തു, രണ്ടാമത് അമ്മായി ഉണ്ടാക്കിയതാണ് ഇപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നു പറയും. ഓ അവളുടെ ഒരു ഭാഗ്യം, അവൾക്ക് എപ്പോഴും ഒരു ദൈവാധീനം ഉള്ളതാണ്. അമ്മ ഇനി അവളുമായിട്ട് കൂടുതൽ കളിക്കാനൊന്നും പോവണ്ട, അവൾക്കിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് നേരെ തിരിഞ്ഞ് നമുക്കിട്ട് തന്നെയാണ് വന്ന് കൊള്ളുന്നത്, അതുകൊണ്ട് ഇനി അത് ഒക്കെ അങ്ങ് നിർത്തി വെച്ചേരെന്ന് പറഞ്ഞ് അവയും നേരെ ബാത്റൂമിലോട്ട് ഓടും. ജലജ പിന്നീട് അനാമികയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം രേവതി ചോദിക്കും എന്താ ജലജ ഈ കാണുന്നത്, ഒത്തിരി നാൾ കൂടി ഇങ്ങോട്ടൊന്ന് വന്നു, അന്നേരം വീണ്ടും ഞങ്ങളുടെ വയറ് കേടാക്കി, ഇവിടുന്ന് ഊരുറപ്പിച്ചൊരു ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേന് ജലജ പറയും നിങ്ങളിവിടെ വരുന്നത് ഇഷ്ടമില്ലാത്ത ഒരേ ഒരാളേ ഉള്ളൂ, എൻ്റെ മരുമോൾ, ചിലപ്പോൾ അവൾ വല്ലതും കലക്കി വെച്ചതായിരിക്കും എന്ന് പറയും. അപ്പോൾ അനാമിക പറയും ഞാനും അതാ പറഞ്ഞ അപ്പച്ചി, അവൾ വല്ലതും കലക്കിയതായിരിക്കും, അല്ലെ ഇങ്ങനത്തെ പരിപാടി വേറെ ആരും ചെയ്യത്തില്ലല്ലോ എന്ന് പറയും. അങ്ങനെ തന്നെയായിരിക്കും, നിങ്ങൾ കഴിച്ച ഫുഡിനകത്ത് മാത്രമല്ലേ പ്രശ്നമുള്ളൂ, അവിടെ ആദർശം നയനെയൊക്കെ കഴിക്കുന്നുണ്ട്, അപ്പോൾ അവർക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. എന്തായാലും വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വേണു എഴുന്നേൽക്കുന്നുണ്ട്. അപ്പം അനാമിക ചോദിക്കും അച്ഛാ വയറൊക്കെ ശരിയായോ എന്ന്. അതും ഓർത്ത് ഇവിടെ നിൽക്കാൻ പറ്റുമോ, പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പും ബന്ധുക്കളുടെ വീടൊക്കെ ഉണ്ടല്ലോ, വല്ല പ്രശ്നവും തോന്നിയാൽ അവിടെയൊക്കെ കയറാം, അല്ലാതെ ഇവിടെ ഇരിക്കാനൊന്നും പറ്റത്തില്ല, വാ എന്ന് പറഞ്ഞ് രേവതിയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ജലജ മനസ്സിലോർക്കുന്നുണ്ട് ഞാൻ അവളുടെയും വയറ് കേടാക്കാനായിട്ട് കലക്കി വെച്ച സാധനമായിരുന്നു, അതിനിടയിലോട്ട് വന്ന് നിങ്ങളോട് കയറാനോ ഇത് കഴിക്കാനോ വല്ല ഞാൻ പറഞ്ഞായിരുന്നു എന്ന്. നയനെ ആദർശം കഴിക്കുന്നു നോക്കി മനസ്സും വയറുമൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ദേവയാനി സന്തോഷത്തോടെയാണ് നോക്കിയിരിക്കുന്നത്. അന്നേരത്തേനാണ് അനാമികയുടെ അച്ഛനും അമ്മ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് നമ്മൾ കഴിച്ച ആഹാരം തന്നെയല്ലേ അവർ കഴിക്കുന്നത്, എന്നിട്ട് അവർക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഇവർ അടുത്തേക്ക് വരുന്ന ഉടനെ ആദർശിനോട് ചോദിക്കുന്നുണ്ട് എന്താ ആദർശം ഇത് കഴിച്ചിട്ട് വയറ്റിൽ വല്ല പ്രശ്നമുണ്ടോയെന്ന്. ഏയ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. എന്നാൽ ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്, ഞങ്ങൾ ആ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല, അതുപോലെ പ്രശ്നമാണ്, ഞങ്ങൾ കഴിച്ച ഫുഡിനകത്ത് എന്തോ ഒന്ന് കലർന്നിട്ടുണ്ടെന്ന് പറയും. അപ്പം ദേവയാനി പറയും ഏയ് അതിനുള്ള വഴിയൊന്നും ഇല്ലല്ലോ, ഞാൻ മാത്രമാണിപ്പം അടുക്കളയിൽ കയറുന്നത്, വേറെ ആരും കയറുന്നില്ലെന്ന് പറയും. എന്നാൽ ചേച്ചി ഒന്ന് സൂക്ഷിച്ചോ, ചേച്ചിയല്ല വേറെ ആരെങ്കിലും അടുക്കളയിൽ കയറുന്നുണ്ടെങ്കിൽ അത് നല്ല മനസ്സോടെ ആയിരിക്കുകയല്ല കയറുന്നതെന്ന് ദേവയാനിയോട് രേവതി പറയുന്നുണ്ട്. ഞങ്ങളാരും അങ്ങനെയൊന്നും ചെയ്യത്തില്ല, എന്തായാലും ഞാനിവിടെ ഓഫീസിൽ ആയിരുന്നല്ലോ, അത് കാരണം എൻ്റെ പേര് പറയുന്നില്ല, പിന്നെ ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് ചേച്ചിയുടെ പേരായി ഈ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതല്ലേ എന്ന് അനാമികയെ നോക്കി നയനയും പറയും. ഞങ്ങൾക്കാർക്കും അങ്ങനത്തെ ഒരു സ്വഭാവവും ഇല്ലെന്ന് പറയും. അന്നേരമൊക്കെ ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട് എൻ്റെ മരുമകളുടെ വയറ് കേടാക്കാനായിട്ട് ആരും എന്തോ മായ ഇതിനകത്ത് കലർത്തിയിട്ടുണ്ടായിരുന്നിരിക്കും, അത് എന്തായാലും ഇവരൊക്കെ തന്നെ കഴിച്ചു, അത് രണ്ടാമത് ഉണ്ടാക്കിയതിനകത്ത് ഇങ്ങനെയുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടല്ലോ എന്ന്. ഇവിടെ ആഹാരത്തിൽ മായം കലർത്തുന്നില്ല എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും. ദേവയാനി ഒന്ന് തന്നെ ഓർത്തി, ഒരു ഗ്ലാസ് പാല് കുടിച്ചു കഴിഞ്ഞാൽ ദേവയാനിക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അപ്പോൾ ആരും എന്തൊക്കെയോ ചെയ്തിട്ടല്ലേ എന്നൊക്കെ വേണു ചോദിക്കുമ്പോഴത്തേന് നയന പറയും ഇവിടെ ആരാണ് എന്താണ് എവിടെയൊക്കെയാണ് കലക്കി വെച്ചിരുന്നതൊക്കെയുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്നും ആരും ഇങ്ങോട്ട് പറയണ്ടെന്ന്. അപ്പം അനാമികയും അച്ഛനും അമ്മയൊക്കെ നിന്ന് പരുങ്ങുന്നുണ്ട്.
ദേവേനെ ഉടനെ ചോദിക്കും, എന്താ നീ അങ്ങനെ പറഞ്ഞേ, എന്തെല്ലാമോ അറിഞ്ഞിട്ട് പറയുന്ന പോലെ ഉണ്ടല്ലോ എന്ന്. ഞാനൊന്നും അറിഞ്ഞില്ലമ്മേ, എന്നാലും പറയേണ്ടത് അങ്ങ് പറഞ്ഞെന്നേ ഉള്ളെന്ന് പറയും. ഓരോരുത്തർ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് മറ്റുള്ളവരുടെ തലയിൽ വെക്കുക എന്ന് വേണു പറയുമ്പോഴത്തേന് ആദർശ് പറയും, അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് മറ്റുള്ളവരുടെ തലയിൽ വെക്കുന്ന സ്വഭാവം ഒന്നും നയനയ്ക്കില്ല, അതുകൊണ്ട് അങ്ങനെയൊന്നും പറയണ്ടെന്ന്. അപ്പോൾ ഇവർ ഞങ്ങൾ ഇറങ്ങുക എന്ന് പറഞ്ഞ ഉടനെ പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോവും. നയനെ അങ്ങ് അകത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ദേവയാനി ആദർശിനോട് ചോദിക്കും, അവർ നമ്മുടെ ഗസ്റ്റ് അല്ലേ, അപ്പോൾ അവരോട് ഇച്ചിരിയുടെ മാന്യമായിട്ടൊക്കെ സംസാരിക്കണ്ടായിരുന്നോ എന്ന്. അവർ ഇത്രയൊക്കെ മാന്യതയെ അർഹിക്കുന്നുള്ളമ്മേ, അതുകൊണ്ട് അത്രയൊക്കെ പറയാൻ പറ്റത്തുള്ളെന്ന് പറയും. ദേവയാനിക്ക് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മാറി നിൽക്കുന്ന നയനെ നോക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പം നയനയ്ക്ക് ഒരു സംശയവും ഒരു ചിരിയൊക്കെ വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.